ന്യൂ ഇയറോടനുബന്ധിച്ച് ഹാപ്പി ന്യൂ ഇയർ. നാളെ വിളിച്ചാൽ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഭയങ്കര ഷോ കേട്ടോ അപ്പൂപ്പായി. അതെ. അയ്യപ്പൂപ്പായി മനസ്സിലായ ആരാന്ന്? ക്രിസ്മസിന് ഇതുപോലെ ഞാൻ ഒരാളെ കൊണ്ട് വന്നിരുന്നു. രാഹുലേ, ഇവന്റെ കുടുംബ വീടാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവന്റെ ഭാര്യ കണ്ടിട്ട് വരണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നെ ഞാൻ അവിടെ തുണി അലക്കാൻ വേണ്ടി ഇട്ടതാണോ? നീ എന്തിന് ഇവിടെ വന്നു? വീട്ടിലെ പണി ആര് ചെയ്യും? പറ. അയ്യയ്യേ, കച്ചറ സംസാരം. മിണ്ടണ്ട ആരാണെന്ന് തിരിച്ചറിയും. മിണ്ടല്ലേ. രണ്ട് തീപ്പൊരിയൊക്കെ വിട്. ജസ്റ്റ് ഒന്ന് ഇരിക്കല്ലേ. തീപ്പൊരിയൊന്നുമില്ലേ? പറ, ഇതാരെന്ന് മനസ്സിലായി? അല്ല, ഒരു സ്റ്റെപ്പ് കളിച്ചു കാണിച്ചോട്. പറഞ്ഞുകൂടി ഒരു സ്റ്റെപ്പ് കാണിച്ചോട്, അപ്പോഴേ അറിയാൻ പറ്റും. ഇത് എനിക്ക് മനസ്സിലായി. ഉണ്ണിക്കണ്ണൻ മംഗൾഡാം അല്ല, ഇതായത് മലയാള സിനിമയിൽ വളർന്നു വരുന്ന ഒരു താരമാണ്. അഖിൽ കവലയൂരാണെന്ന് പറഞ്ഞു കൊടുത്ത പട്ടി. മനസ്സിലായ? ഇല്ല, ആരും പറ. അഖിൽ കവലയൂർ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദ വൺ ആൻഡ് ഓൺലി അഖിൽ കവലയൂർ. കയ്യടിയുടെ ആരെങ്കിലും കയ്യടി. അഖിൽ കവലയൂർ കയ്യടി. താങ്ക് യു. ഈ ധന്യമായ വേദിയിൽ ഈ 2026 ഈ പരിപാടി ഒന്ന് കയറ്റി വെക്കാൻ വേണ്ടി എന്നെ ഇവിടെ ക്ഷണിച്ച അമൃത ടിവിയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രവർത്തകർക്കും, വിശിഷ്യ ഞാൻ വെറുതെ നിറഞ്ഞ് മറ്റൊരു ചാനലിലേക്ക് പോയ എന്റെ പ്രിയ സുഹൃത്ത് എല്ലാവിധ നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. ഇനി മുതൽ ഈ 2026 ഈ പരിപാടി കയറ്റി വെക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. ആഹ്ലാദിപ്പിൻ. എനിക്കൊരു ഒറ്റ അപേക്ഷ അണ്ണനോടുള്ളൂ. അണ്ണനിപ്പോ ഇത്രയും കയറ്റി വെച്ചില്ലേ പരിപാടി, ഒന്ന് കയറ്റി വെച്ച് ഇതിൽ കൂടുതൽ ഇനി പരിപാടി കയറ്റാൻ ശ്രമിക്കല്ലേ. എനിക്ക് വേറെ ചാനലിൽ പോകാൻ വയ്യ, അതുകൊണ്ടാണ്. പ്ലീസ് ഒരു സെക്കൻഡ്, മേക്കപ്പ് ഒന്ന് ടച്ച് ചെയ്യൂ. ടച്ച് ചെയ്യാൻ? അല്ല, നിങ്ങൾ ടച്ച് ചെയ്യാൻ വിളിച്ചോളൊന്നല്ല. പിന്നെ മനസ്സിലായി എന്തിനാണ് കൊണ്ടുവന്നതെന്ന്? നിങ്ങൾ പറഞ്ഞില്ലേ ന്യൂ ഇയറിന്റെ അന്ന് പപ്പാനിയെ കത്തിക്കണമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ കൊണ്ടുവന്നല്ലേ? ഇപ്പോഴാണ് ചേച്ചി കറക്റ്റ് ആയത്. അതല്ലേ സംഭവം അറിയാമോ? ഈ ന്യൂ ഇയറിന് വർക്കലക്കാർ വരെ കാത്തിരിക്കുന്ന പുള്ളി അവിടെ ഇട്ട് കത്തിക്കായി. അവിടെ കിട്ടാത്തോണ്ട് ഇവിടെ കിട്ടി. ഇവിടേക്കിലോട്ട് കത്തിക്കാല്ലോ. സന്തോഷിക്കണം അമ്മ, സന്തോഷം. വാട്ട് യു മീൻ? കത്തിക്കാൻ? അല്ല, പപ്പാനെ കത്തിക്കണമെന്ന് പറഞ്ഞാണ് അവരെന്നെ വിളിച്ചു വരുത്തിയത്. എടാ, പരിപാടി കത്തിച്ച് കയറ്റണം പറഞ്ഞാൽ എന്നെ വിളിച്ചോണ്ട് പോകുന്നത്. എന്നെ കത്തിക്കാനോ? പരിപാടി കത്തിച്ചാട്ടാ നിങ്ങളെ കിട്ടിയോളെ. വേറെ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ കേരളത്തിൽ. ഇയാളെ കൊണ്ടുവരോ പരിപാടി കത്തിച്ച് കയറ്റാൻ? ഇതങ്ങോട്ട് പോയി. എന്നെ കത്തിക്കാനാ? അല്ല, തീ വരുമ്പോ പേടിക്കണം. എന്റെ ഫാൻസ് അളവാനിയാ. നിങ്ങളുടെ ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു 10 പേര് സ്റ്റുഡിയോയുടെ പുറത്തേക്കാണ്. ഇവിടുന്ന് കത്തിച്ച് അഥവാ രക്ഷപ്പെട്ട പുറത്തിട്ട് കത്തിക്കാം. 4 സിനിമയാണ് ഈ 2026 ഇറങ്ങാനുള്ള. ആണാ? എന്റെ ഫാൻസ് അറിഞ്ഞോണ്ടല്ല. അപ്പൊ ഇതാണ് നല്ല സമയം. ആ സിനിമ ഇറങ്ങി എന്തായാലും ആൾക്കാർ കത്തിക്കും. അതിന് ഇപ്പൊ കത്തിച്ച അവിടെയാണ് നല്ലത്. ഇത് കൊളുത്തോട്ട് കത്തിക്കട്ടോ. നിനക്കൊരു പപ്പാഞ്ഞം കത്തിച്ചാ പോരെ? പപ്പാഞ്ഞ കത്തി ക്രിസ്മസ് വേണ്ട ചേച്ചി. ക്രിസ്മസിന് പപ്പാഞ്ഞ പപ്പാഞ്ഞി തരാം. എന്നെക്കാട്ടി നല്ലൊരു പപ്പാഞ്ഞി. ഈ സമൂഹത്തിന് തന്നെ ആ ഒരു കത്തൽ കൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടാവും. ഒരു പപ്പാഞ്ഞി ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത്. ഏറ്റവും നമുക്ക് പിന്നെ ഈസി കേസല്ലേ. ഇതൊന്നും തൈ കൊടുക്കുന്നുണ്ടോ? ഇത് ഇങ്ങനെ നോക്കട്ടെ. കയ്യടി നമുക്ക് നന്നായിട്ട് ചേർത്ത് താറപ്പാട്ട കത്തി കയറുന്ന ഒന്ന് പിടിച്ചത്. അല്ല, ഇതൊക്കെ ഞാൻ വലിച്ചു വരുന്ന ആദ്യമായിട്ടാണ് ഞാൻ ലുങ്കി എടുത്തൊരു പപ്പാനിയെ കാണുന്നത്. അത് നാടൻ അടിയിൽ എനിക്ക് കേരളീയ തനിമയുള്ള പപ്പാഞ്ഞിയാണ്. സമ്മാന പൊതികളാണ്. തോളി പിടിച്ചോ. പിടിച്ചോ. തീപ്പെട്ടി കത്തിയുടെ ഡാൻസ് അല്ല നമുക്ക് പിന്നെ ഒരു ഗസ്റ്റിനെ വിളിച്ച് പിന്നെ അപമാനിക്കാന്ന് പറഞ്ഞു അല്ലേ ചേച്ചി? അല്ലേ? ചേച്ചിയുടെ അടുത്തൊരു കസേരട് അങ്ങോട്ട് പോയിരിക്കും. ഹലോ കസേരയൊക്കെ എവിടെയാണ് എങ്ങനെയാന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കും. അഖിലേട്ടൻ ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ വന്ന സ്ഥിതിക്ക് ഇതൊന്ന് മാറ്റിക്കേ. നിങ്ങളുടെ സൈഡിലേക്ക് ഇട്ടിട്ട് ഒരു മിനിറ്റ്. അത് മാറ്റിയിട്ടോ. ചിലപ്പം ആർക്കെങ്കിലും അഖിലേട്ടാ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഒരുമിച്ച് പൊളിക്കാൻ പോയി. ആൾക്കാർ പറയണം അഖിലും ചേർന്നാൽ മാസട, അല്ലാതെ മാട്ടേടാന്ന് പറയിപ്പിക്കല്ലേ. ഇല്ലില്ല, ഞാൻ മറ്റേ മാസം ഇടിക്കാണ് വന്നത്. അണ്ണനും തമ്പിയും ഇടിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മളിത് ആഘോഷം തുടങ്ങാൻ പോവുകയാണ്. അറിയാലോ, ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് 2026. രണ്ട് എക്സൈറ്റ്മെന്റ്. എന്താ രണ്ട്? പിന്നെ ഞാൻ വന്നേന്റെ ദൈവമേ, ഡബിൾ ധമാക്ക. ഒപ്പം നമ്മുടെ ഈ ഷോ തുടക്കത്തിൽ ഗംഭീരമാക്കി ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത മെലോമാനിയാക് മ്യൂസിക് വിന്നിനെ കൂടെ സ്വാഗതം ചെയ്യുക. സൂപ്പർ.
അഖിലേ പരിപാടി ഉഷാറാക്കണം, തുടങ്ങണം, സ്കിറ്റുകൾ ഓരോന്നായിട്ട് ഇറക്കണം. ഇറക്കണം. ആദ്യം തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ സ്കിറ്റ് തന്നെ വരട്ടെ. അത് കണ്ടാലേ നമുക്ക് തുടക്കം കുറിക്കാൻ പറ്റുള്ളൂ. So guys, this is Cutie the Beauty Soap presents Comedy Masters, powered by Amritaveni Light Skit, co-powered by Rajkumari Group. Comedy Masters. രണ്ടായിരത്തി 2026 അവൻ ഇനി കുറച്ച് സമയം കൊണ്ട് മാത്രം. അതെ, അതുകൊണ്ട് ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഈ 2024, 25, 26 ഒക്കെ 26 ഇപ്പോൾ ആവുന്നേ ഉള്ളൂ. കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും, കുറേ ഉറപ്പ് പറയും. ഇതൊന്നും നടന്നില്ല. പക്ഷേ 26 ഞാൻ പുതിയൊരു മനുഷ്യനാവും. അതിന്റെ തുടക്കം എന്നോണം എൻ്റെ ജീവിതത്തിൽ എന്നെ കുടിപ്പിച്ച് കുടിപ്പിച്ച് കുഴിയിലാക്കിയത് ഇവൻ മദ്യം. ഇവനെ ഞാൻ ഒഴിവാക്കാം. വേറൊരാളുണ്ട്. എന്താന്നല്ലേ, എന്നെ വലിപ്പിച്ച് വലിപ്പിച്ച് എൻ്റെ ജീവിതം കുഴിയിലാക്കിയ മറ്റൊരു വലിപ്പീരുകാരൻ, സിഗരറ്റ്. ഇവന് എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഇനി എപ്പോഴും പറയണ പോലെ അല്ല, ഞാൻ 2026 പുതിയൊരു മനുഷ്യനാവും. ഈ അജി പുതിയൊരു മനുഷ്യനാവും. വെയിറ്റ് ആൻഡ് സീ. all the best Adi, all the best. അവ എന്നാ എറിഞ്ഞത്. അവന് എന്നെ കുടിക്കണ്ടെങ്കിൽ അവൻ വാഷ് ബേസിൽ ഒഴിച്ച് കളയണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണം. ഇങ്ങനെയൊക്കെ എടുത്ത് എറിയാൻ പാടുണ്ടോ? ഇവിടെ ന്യൂ ഇയർ ആയിട്ട് ഓരോ മനുഷ്യൻ എന്നെ കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക. എന്നിട്ടാണ് കഷ്ടപ്പെട്ട് ക്യൂ എടുത്തിട്ട് എന്നെ എടുത്ത് വലിച്ചെറിഞ്ഞേക്കണ്. എന്റെ പള്ള വേദന എടുക്കണം, പള്ള കല്ലിലാകണ്ട് ഇടിച്ചത്. പിന്നൊരു കാര്യമുണ്ട്, ഈ ന്യൂ ഇയറിന്റെ തലേ ദിവസം കുറെ മനുഷ്യന്മാരുണ്ട്. നാളെ മുതൽ ഞാൻ അത് ചെയ്യില്ല, നാളെ മുതൽ ഞാൻ ഇത് ചെയ്യില്ല. എന്റെ പൊന്നകിലേ, നമ്മൾ എത്ര എണ്ണത്തിന് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കുപ്പിയാകിലേ, കുട്ടിയാകിലേ, അല്ല രണ്ടും കറക്റ്റ് ഉണ്ടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാല്, എന്തൊക്കെ പറഞ്ഞാലും ഈ നാട്ടിൽ എന്ത് സന്തോഷം വേണമെങ്കിലും ഞാനുണ്ടാവും, എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ഞാനുണ്ടാവും. ജയിച്ചാലും ഞാനുണ്ടാവും, തോറ്റാലും ഞാനുണ്ടാവും. എല്ലാ പരിപാടിക്കും സെൻട്രലിൽ ഞാനിങ്ങനെ തല ഉയർത്തിയൊരു നിപ്പുണ്ട്. പിന്നെ മൊത്തത്തിൽ ഞാനൊരു ഫെസ്റ്റിവൽ മൂഡ് ആണല്ലോ. അപ്പൊ ഏത് മൂഡ്? ഓ അതല്ലേ, ഈ ഫെസ്റ്റിവൽ മൂഡൊക്കെ പറഞ്ഞു വന്നപ്പോ എന്റെ കൂടെ വേറെ തന്നെ കൂടെ അങ്ങോട്ട് എടുത്തിരുന്നില്ല. അവയത് അവിടെ പോയി. ഞാനിവിടെ ഉണ്ട്. സങ്കടം വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങനെ മൂളി തീർക്കാതെ അങ്ങോട്ട് പാടി തീർക്ക്. എനിക്ക് പാടണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്ത്? നിങ്ങൾ കേട്ടിട്ടില്ലേ, പുകവലി പാടില്ല. എന്റെ പൊന്നെ, യവനെ വലിച്ചെറിയല്ല ചില, നിന്നെ കത്തിച്ച് കളയണം, അറിയാമോ? കത്തിച്ച് കളഞ്ഞാലേ കളയും, എടുത്ത് വലിക്കേ ഉള്ളൂ. എടാ അവസാനം വലിച്ചിട്ടേ നിലത്തിട്ട് ചെരുപ്പിനിങ്ങനെ ഒരു ചവിട്ടുണ്ടല്ലോ, അത് ചെയ്യണമെന്നാ പറഞ്ഞത്. അതാണ് എന്റെ അവസ്ഥ. ഇവിടെ ഇറങ്ങി പോയില്ലേ, അവന് എന്തെങ്കിലും ചിന്തിക്കണമെങ്കിൽ ഞാൻ വേണം. ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പം ഞാൻ വേണം. എന്നിട്ട് എന്തിനാണ് എന്റെ അടുത്ത് വിളയെറിഞ്ഞത്? എടാ അതറിയത്തില്ലേ, പുകഞ്ഞ കൊള്ളി പുറത്ത്. വേറൊരു കേസുണ്ട്. ഈ ഇപ്പൊ പോയില്ലേ, അവന്റെ ഓഞ്ഞ ചുണ്ടിലിരിക്കണേക്കാൾ നല്ലത് പോവാത്തയാണ്. അവന്റെ ചുണ്ടി ഇരിക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ പക്ഷെ ഞാൻ ഇരിക്കുന്നെങ്കിൽ ഒരാളെ ചുണ്ടി ഇരുന്ന നല്ല രസമായിരുന്നു. ആരുടെയാടാ? മെഗാസ്റ്റാർ മമ്മൂക്കയുടെ. കളങ്കാവൽ സിനിമയില് മമ്മൂക്കയുടെ ചുണ്ടില് ആ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കണം കാണാൻ എന്ത് രസമാണ്. വെളിച്ചം പൊങ്കുതേ പരവശം, കൺകൾ ഉറങ്ങാമൽ തേടുതേ ഒരു മുഖം. ഇങ്ങനെ വലിച്ചിട്ടേ മമ്മൂക്ക റൗണ്ടിൽ പുക വിടും. രജനീകാന്താണ് ഇങ്ങനെ റൗണ്ടിൽ പുക വിട്ടിരുന്നെങ്കിലേ പുകയ്ക്ക് മീതെ കൂടെ ഡൈ പഠിച്ചേനെ. എന്നിട്ടൊരു ഡയലോഗും പറഞ്ഞേനെ, ഞാൻ 100 വാട്ടി വലിച്ച 100 വാട്ടി വലിച്ച മാതിരി എന്ന്. പിന്നെ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം, നീ കൂടുതൽ കിടന്ന് അഹങ്കരിക്കൊന്നും വേണ്ട. എടാ നരസിംഹ സിനിമയില് നമ്മളെ ലാലേട്ടൻ ഒരു കുളക്കടവിൽ ഇരുന്നിട്ട് എന്റെ കഴുത്ത് പൊട്ടിച്ച് എന്നെ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് കൈവച്ച് തണ്ട ഇങ്ങനെ 2 ആട്ടിയിട്ട് ആ കുളത്തിലെ വെള്ളത്തിലോട്ട് ഇങ്ങനെ ബ്ലക്കനെ മുക്കിയെടുത്തിട്ട് ഇങ്ങനെ ഒരടി. നോക്കടാ മോനെ, രോമാഞ്ചം. ആഹാ, അന്തസ് അന്തസ്.
പക്ഷെ നമുക്ക് എന്നെ വലിച്ചതാണ് മാസ്. എടാ അത് മാസാണെങ്കിലും ഇത് ഗ്ലാസ് ആണ്, ഗ്ലാസ്. ഞാൻ വെറുതെ പറഞ്ഞ നീ കരയണെന്തിന്? പിന്നെ ആര് കരയാണ്? എടാ ആ തീറ്റിപ്പണല്ലേ കരയണത്? മധുരം മോളാ? മധുരം മോളെ അവിടെ കിടന്ന് കരയാതെ ഇങ്ങോട്ട് വാ. വാ വാ വാ. നീ എന്തിനാണ് കിടന്ന് കരയണത്? നിങ്ങളെയൊക്കെ ഇവിടെ കളഞ്ഞിട്ടേ അവ അങ്ങോട്ട് വന്നില്ലേ, മുറിക്കകത്ത് കയറിയില്ലേ, എന്നിട്ട് മേശപ്പുറത്ത് ഞാൻ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പൊ എന്നെ വന്ന് ഇങ്ങനെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ആ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഷർട്ടും പാന്റും ഒക്കെ അഴിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് നോക്കി കണ്ണാടിയില്. എന്നിട്ട് അവിടെ നിന്ന് കണ്ണെടുത്ത് എന്നെയും ഒരു നോട്ടം. അത് കഴിഞ്ഞ് പിന്നെയും കണ്ണാടിയിൽ നോക്കിയിട്ടേ അവൻ പറയാ കട്ട് ചെയ്യണോന്ന്. ഇത്രയായിട്ട് അവൻ പറയാ ഇന്ന് മുതൽ ഷുഗർ കട്ടാണെന്ന്. അവൻ ഷുഗർ കട്ട്. ഞാൻ എങ്ങനെ സഹിക്കും? അവൻ എന്നെ കഴിക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ എന്നെ എന്തിനാ പൊട്ടിച്ചു വെക്കണത്? അത് നിങ്ങൾ പറ. അവ ഇവിടെ ജനിച്ചത് മുതൽ ഇതുവരെ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും അവര് എന്നെയാണ് കൊടുത്തോണ്ടിരുന്നത്. ആ എന്റെ അടുത്താണ് ഇങ്ങനെ കാണിക്കണത്. എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ? എന്നാലുമേ എന്റെ ചേട്ടന്മാരെ, ഞങ്ങളെ പൊന്നാങ്ങളെന്നെ വേണ്ട പോലും. എന്നാലുമേ എന്റെ ചേട്ടന്മാരെ, ഞങ്ങളുടെ പൊന്നാങ്ങളെന്നെ വേണ്ട പോലും. വേണമെങ്കിലും എന്നെ വേണ്ടെങ്കിലും ഈ പൊതിയൊന്നഴിക്കാതിരുന്നു കൂടെ. തന്നാന താന താന താനേ, തന്നാന താന താന താനേ, തന്നാന താന താന താനേ, തന്നാന താന താന താനേ. അതെ, അവന് പാട്ടിന് മധുരം വേണം, അവന്റെ വാക്കുകൾക്ക് മധുരം വേണം. എന്നിട്ട് ഈ മധുരത്തിന് തിന്നാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എവിടത്തെ ന്യായമുണ്ട്? എവിടത്തെ ന്യായം? എടി ഞാനൊരു കാര്യം പറയാം. ഇതിന് അവനോട് നീ പ്രതികാരം ചെയ്യണം. വെറും പ്രതികാരമല്ല, അവനെ കാണിച്ച് കൊതിപ്പിക്കണം. കൊതിപ്പിച്ച് അവനെ കൊണ്ട് തീറ്റിപ്പിക്കണം. തീറ്റിപ്പിച്ച് അവന് ഷുഗർ വരുത്തി നീ പ്രതികാരം ചെയ്യണം. ഞാൻ പ്രതികാരം ചെയ്യൂല. അതെന്ത് പ്രതികാരം ചെയ്യാത്ത? ഞാൻ പ്രതികാരം ചെയ്താലേ അത് മധുര പ്രതികാരമായി പോകും. എടാ നീ എന്താ എപ്പോഴും ഈ വലിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണത്? ഞാൻ സിഗരറ്റ് അല്ലേ, നീ വലിക്കാതെ എനിക്ക് ഉരുട്ടാൻ പറ്റും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രതികാരം ഒന്നും ചെയ്യാൻ താല്പര്യമല്ലേ? ഇങ്ങോട്ട് മാറി നടുക്ക് ഞാൻ നിൽക്കും. ഞാനല്ലേ മദ്യം, അപ്പൊ മദ്യത്തിൽ ഞാൻ നിൽക്കും. മധ്യപ്രദേശിൽ പോയി നില്ലിപ്പോ. എന്നാ നീ വല്ല മധുരയിൽ പോകും. ഞാൻ മധുരയിൽ പോവും. എന്റെ ബന്ധുക്കളൊക്കെ കുറെ പേര് മധുരയിൽ പോവും. നിനക്കെന്താണോ ഞാൻ മധുരയിൽ പോണേന്? മധുരയ്ക്ക് പോകാതടി മല്ലിപ്പൂ കണ്ണു വെക്കോ. തഞ്ചാവൂർ പോകാതടി തലയാട്ടാമ ബൊമ്മ നിക്കോ. അജിക്കുള്ളത് അജിക്ക് തായി, എനിക്കുള്ളത് എനിക്ക് താ. അജിക്കുള്ളത് അജിക്ക് തായി, എനിക്കുള്ളത് എനിക്ക് താ. അജിക്ക് എനിക്ക് നിനക്കെന്താടാ? അല്ല, നമ്മളെ വേണ്ടെന്ന് പറഞ്ഞ അജിയില്ലേ, അവനുള്ളത് അവനുതാ, എനിക്കുള്ളത് എനിക്കുതാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവ ആദ്യം എന്നെ കട്ട് ചെയ്ത്, രണ്ടാമത് അവനെ കട്ട് ചെയ്ത്, മൂന്നാമത് നിന്നെ കട്ട് ചെയ്ത്, അടുത്ത കട്ട് ഏതാണ്? എന്നെയാണോ അടുത്ത കട്ട്? അയ്യോ, ചിക്കൻ. ചിക്കനാ? എന്നാ ചിക്കൻ വരട്ടെ. ചിക്കൻ വരട്ടെ. ഷവായി നീ എന്തിനാ കിടന്ന് കറങ്ങണത്? ചില്ലുംകൂട്ട് കടന്ന് കറങ്ങി അതിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. ഇത്രയും കറക്കമുണ്ടോ? പിന്നല്ലാണ്ട് മൂട്ട് കൂടി കമ്പി കുത്തി കയറ്റി ചുറ്റിലും തീയിട്ട് നടുക്ക് കിടന്ന് കറങ്ങും പറയാടാ. അതിന്റെ നെടുവീർപ്പ്. നീ നന്നായിട്ടൊന്ന് വീർത്തിട്ടുണ്ട് എന്റെ ശവായേ. ശവായി നല്ല എന്റെ പേര്. എന്നെ ശരിക്കും വിളിക്കേണ്ടത് ശവമായി. മനസ്സിലായില്ലേ? ശരിക്കും ചില്ലും കൂട്ട് കിടന്ന് കറങ്ങുമ്പേ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ വയസ്സായ അച്ഛനെയാ. അയ്യോ, എന്തു പറ്റിയ? അച്ഛന് ഒരുപാട് വയസ്സായോ? എത്ര വയസ്സുണ്ട് അച്ഛന്? ചിക്കൻ 65. അതെ. പിന്നെ അവനെന്തിനാ എന്നെ ഒഴിവാക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ശരിയാണ്, പ്രോട്ടീൻ ഇല്ലേ ഒഴിവാക്കിയത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്.
മറ്റൊന്നുമല്ല, എന്നെ മാത്രം അവൻ തിന്നിരുന്നെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇത് എന്നെ കൂടാതെ അവൻ എന്നെ എടുത്ത് മയോണൈസ് മുക്കിയല്ലേ തിന്നണത്. അതാണ് പ്രശ്നം. പിന്നെ എത്ര വലിയവനായാലും എന്നെ തിന്നണമെങ്കിൽ എന്റെ കാല് പിടിക്കണം. അങ്ങനെ എന്റെ കാല് കടിച്ച് വലിച്ചേ കഴിക്കുള്ളൂ. എന്നെ വലിച്ചു കുടിക്കേ ഉള്ളൂ. എന്നെ കടിച്ചു തിന്നും. എന്നെങ്ങനെ രണ്ട് കൈ കൊണ്ട് പിടിച്ച് വലിക്കുള്ളൂ. പിന്നെ ദാണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം, ഒരു സത്യാവസ്ഥ പറയാം. നമ്മളെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ നിലനിൽക്കുന്നത് തന്നെ രണ്ട് സാധനം എടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഒന്ന് ലോട്ടറി എടുക്കുന്നത് കൊണ്ടും ഒന്ന് കുപ്പി എടുക്കുന്നത് കൊണ്ടും. പക്ഷെ ലോട്ടറി എടുക്കുന്നതിനേക്കാളും നല്ലത് കുപ്പി എടുക്കുന്നതാണ്. ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോഴേ അടിക്കുള്ളൂ, പക്ഷെ കുപ്പി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടിച്ചിരിക്കും. അതുകൊണ്ട് സാധനം എടുത്തു കഴിഞ്ഞാൽ ഖജനാവിൽ 10 പൈസ വരും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ അടിച്ചാലേ നമ്മളെ ഖജനാവിൽ പൈസ വരും. ഏത് സാധനോടെ കൗണ്ടർ അടിക്കണം. അല്ല ഇല്ലേ, എനിക്ക് ഒരു കാര്യം ഇപ്പം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ 4 പേരെ ഒഴിവാക്കിയിട്ടേ ഇപ്പൊ എന്ത് ചെയ്യാനുള്ള പുറപ്പാടാണ്? നന്നാവാൻ. നന്നാവാൻ. കോമഡി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്മാർക്ക് ഒരുത്തൻ നന്നാവണത് വേറെ ഒരുത്തനെ കണ്ടു, എന്നിട്ട് അവന്മാർ എന്നെ പറയും നന്നാവാൻ. ഈ മനുഷ്യന്മാർ ഒരിക്കലും നന്നാവൂല. ഞാൻ ബെറ്റ് വെക്കാൻ, നിങ്ങൾ നോക്കിക്കോ. ഒരാഴ്ചക്കുള്ളിൽ അവൻ എന്നെ തിന്നും. ഞാൻ പറയണത് അത്രയൊന്നും വേണ്ട, 4 ദിവസത്തിനകത്ത് അവൻ എന്നെ തിന്നും. ഞാൻ പറയണത് 2 ദിവസം, അതിനുള്ളിൽ എന്നെ വലിച്ചിരിക്കും. 2 ദിവസം ഒന്നും വേണ്ട, ഒറ്റ ദിവസം മതി. നാളെ നേരം വെളുക്കുമ്പോൾ വിറയിൽ തുടങ്ങുമ്പോൾ അവൻ എന്റെ അടപ്പ് തുറക്കും, ക്ലാസ്സിലൊടിക്കും, കുടിക്കും. നമുക്ക് നോക്കാം എത്ര ദിവസം പോകും. അല്ല അങ്ങോട്ട് നോക്ക്. നമ്മൾ നോക്കുകയല്ലേ? എന്നെ നോക്കാനല്ല പറഞ്ഞത്, അങ്ങോട്ട് നോക്ക്. എവിടെ? എടാ നമ്മളെ 4 പേരെ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങോട്ട് നോക്ക, അടിച്ച് ഫിറ്റായി 4 കാലാണ് പറഞ്ഞത്. എടാ നിനക്ക് ഞാൻ ഒരു ദിവസം സമയം തന്നില്ലടാ, 1 മണിക്കൂർ പോലും പിടിച്ചിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോടാ. കഷ്ടം തന്നെ കേട്ടോ. അതെ, ഈ മനുഷ്യന്മാര് ഒരു കാര്യം മനസ്സിലാക്കണം. പ്രതിജ്ഞ എടുക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് പാടുപെടേണ്ടി വരും. അതെ അതെ. എടാ നീ നന്നാവണമെങ്കിൽ നന്നാവണമെന്ന് നിനക്ക് തന്നെ തോന്നണം. ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ നീ എന്നെ വലിച്ച് ചാരമാക്കുമ്പോൾ ചാരമാകുന്നത് ഞാൻ മാത്രമല്ല, നീയും കൂടെയാണ്. നീ ആരോടെടാ ഈ സന്ദേശം പറയണത്? എടാ നിന്റെ നെഞ്ചത്തും എന്റെ നെഞ്ചത്തും പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമെന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടും പിന്നെയും പോയി ഇത് മേടിച്ച് വലിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവന്മാരോടൊന്നും സന്ദേശം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. പിന്നെ ഈ സന്ദേശമൊക്കെ കേട്ടിട്ട് മനുഷ്യന്മാര് ഇനിയെങ്കിലും നന്നാവുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തില് നമുക്ക് 2026 സന്തോഷപൂർവ്വം ഇങ്ങ് വരവേൽക്കാം. അപ്പൊ എങ്ങനെ? ഹാപ്പി ന്യൂ ഇയർ! നീ എന്തിനിങ്ങനെ വലിച്ചു നീട്ടി പറയണേ? ഞാൻ സിഗരറ്റ് അല്ലേ, അതുകൊണ്ട് വലിച്ചേ പറയൂ. അപ്പൊ മിസ്റ്റർ അമ്പിളിക്കുട്ടൻ, എന്നാ ചിന്തിക്കുന്നേ? അല്ല എന്താലോചിക്കണം എന്ന് ആലോചിച്ചിട്ട് എത്തിപ്പിടിയും കിട്ടുന്നില്ല. അതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ? 2025 അവസാനിക്കാൻ പോവാ. അതിനൊരു കാര്യമുണ്ട്, നമ്മളെ കൊച്ചകളിനെ കൊണ്ട് എത്രയും പെടുന്ന ഒരു കല്യാണം കഴിപ്പിക്കണം. തന്നെ ഞാൻ മറ്റേ അവരെ പോയി കണ്ടായിരുന്നു. മറ്റേ കബഡി നടത്തി പറയുന്ന അവരില്ലേ, ഏതവര്? ജോത്സ്യനോ? അവര് പോയി കണ്ട്. അപ്പൊ അവര് പറഞ്ഞ് നിനക്ക് ഈ 2025 കല്യാണ യോഗം ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് മാംഗല്യ യോഗം ഉള്ളത് 58ാമത്തെ വയസ്സിലാന്ന്. അടുത്ത പോലെ നടത്താലോ? 57 ആയില്ലേ? ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത്, എന്ത് സെറ്റ് ചെയ്ത്? പെണ്ണുൾപ്പെടെ റെഡിയാണ്. നീ വരിക കെട്ടുക, അത്രേ ഉള്ളൂ.
നിങ്ങൾക്കല്ലേ അമ്മിളിക്കുട്ടൻ ഒരു വിലയില്ലാത്ത കണ്ട ആവശ്യം വന്നപ്പോ അമ്മിളിക്കുട്ടൻ അല്ലേ ഉള്ളായിരുന്നു കണ്ടാ? അതാണ് ആ കുട്ടീനെ കാണാൻ കൊതിയാവും. വരി എല്ലാരും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവനെ കൊണ്ടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മതി. നമ്മൾ സമ്മതിപ്പിക്കാം. ഓക്കെ അല്ലേ? പിന്നെ വേറൊരു എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇതുവരെ എന്റെ കൂടെ ഇവിടെ വരാത്ത എന്റെ ചേട്ട ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എന്നെക്കാട്ടിയും ബുദ്ധിയാണ്. എന്നെ പോലെ ഭയങ്കര നീറ്റാണ് ആള്. ഞാൻ വിളിക്കട്ടാ? പിന്നെ ചേട്ടാ കിങ്ങിണിക്കുട്ടൻ ചേട്ടാ. എങ്ങനെയുണ്ടേ? എന്തോട്ടെ മീശ എങ്ങനെ? ഞാന് ബ്യൂട്ടി പാർലർ കയറി സ്ട്രൈറ്റ് ചെയ്ത് കല്യാണമൊക്കെ അല്ലേ. ഇവിടെയുള്ള ആൾക്കാർ പറയോ അമ്പിളിക്കുട്ടൻ ചേട്ടൻ കിങ്ങിണിക്കുട്ടൻ പച്ച പരിഷ്കാരിയാണെന്ന്. താങ്ക് യു. ഇതെന്തോ ഏട്ടാ ഇത്? ഇതാ നിനക്ക് ബുദ്ധിയുണ്ടോ? ബുദ്ധിയുണ്ട്. ഉണ്ടല്ലോ. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും ബുദ്ധി നിനക്കല്ലേ? ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. ഇതിനകത്ത് എന്താണെന്ന് നീ ബുദ്ധി ആലോചിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ചിപ്സും നിനക്ക് തരാം. ആലോചിച്ച് ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മുഴുവൻ ചിപ്സും നിനക്ക് തരാം. പപ്സ് അല്ല, ഒരു ക്ലൂതാ. ആ ഇത്തിരി ഉള്ളൂ. ആ പിന്നെ തന്നു കഴിഞ്ഞാൽ അതല്ല ഒരു സൂചന. സൂചന എന്ന് പറഞ്ഞ മഞ്ഞ കളർ പച്ചമാങ്ങ അല്ല. എന്തോന്ന് ഇത് മഞ്ഞ വട്ടത്തിലുള്ള സാധനം. ബോളി. അത് മറ്റേ കളറൊക്കെ വാരിയാണ് ആഘോഷമല്ലേ? അത് ഹോളി. അതുമല്ല. ഇത് പറയാൻ പറ്റൂല. ഇനി അത്രയും പറയാൻ സൂചന തരാൻ പറ്റുള്ളൂ. കാണിച്ച എനിക്ക് അറിഞ്ഞൂടാ. കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ കാണിച്ചു തരാം. ഇതാണ്. അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? എടാ നോക്കടാ ചിപ്സ്. ചിപ്സ് ബുദ്ധി വേണോടാ ബുദ്ധി. പിന്നെ ഇവിടത്തെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യേണ്ട നീയാണ്. എല്ലാം നോക്കിയല്ല. എടാ ആൾക്കാർ കയറി വരുന്ന ആ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടില് ഒരു കോടാലി എടുത്ത് ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിരിക്കുന്നു. എടാ പോയി എടുത്ത് ദൂരെ എറിയടാ. ഞാൻ എടുത്തെറിയൂല. ഞാൻ കോടലി എടുത്ത് എറിഞ്ഞ വേറൊരു കേരളം ഉണ്ടായാലോ. ഞാൻ ചെയ്യൂല. വേണ്ട എന്നാ പിന്നെ എറിയണ്ട. പിന്നെ കല്യാണത്തിന് മുന്നേ സദ്യ കഴിക്കുന്നതിന് മുന്നേ ചെറുതൊരെണ്ണം കഴിച്ചാലാ? എന്റെ ഉണ്ട്. തന്നെ എന്തിനാണ് സാധനം? ഉണ്ണിയപ്പം. എടാ ചെറുതാ. ഉണ്ണിയപ്പം ചെറുതല്ലേ? വലുത് വേണോ? നെയ്യപ്പം ഉണ്ട്. അതല്ലടാ പ്രാന്താ. നമുക്ക് മദ്യ രണ്ടെണ്ണം കീച്ചിയാലോ? നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് അടിക്കാം. വേണ്ട, ഇവിടെ നിന്ന് അടിക്കരുത്. അടിക്കുന്നെങ്കിൽ ഞാൻ മീൻ പിടിക്കാൻ പോകുന്ന കുളം ഇല്ലേ? ആ പുഴക്കരെ നമുക്ക് ഈ സദ്യക്കുമ്പോ അവിടെ പോയിരുന്ന് അടിക്കാം. അവിടെ ഇരുന്ന് അടിച്ചാ ഭയങ്കര ബൈക്കാണ്. ഞാൻ ഇന്നാൾ അവിടെ മീൻ പിടിക്കാൻ പോയി ഒരു കുപ്പിയായിട്ട്. നല്ല കാറ്റ്. ചെന്നപ്പോഴാണ് ഒരു സംഭവം പറ്റിയത്. ഞാൻ പറ്റിയ ഇരയില്ലേ കൊരുത്തിടാനുള്ള, അതെടുക്കാൻ മറന്നുപോയി. പിന്നെ തിരിച്ചു പോകാൻ പറ്റുമോ? അപ്പൊ ഞാൻ നോക്കി ഒരു ഓന്ത് വായിലൊരു ഇരയെ വെച്ചോണ്ട് വരുന്നു. ഞാനിഞ്ഞ് പിടിച്ച് ഇര അങ്ങ് തോണ്ടിയിട്ട് ഇത് ഞാൻ ഇരയെടുത്ത് പാവല്ലേ എന്റെ വായിരുന്ന ഇരയില്ലേ. പ്രതിവാരം ചെയ്യണ്ടേ? ഞാനൊരു 60 മറ്റേ മരുന്നെടുത്ത് അതിന്റെ വായിലോട്ട് ഒഴിച്ചു കൊടുത്തു. വിട്ട് ഞാനിരുന്ന് മീൻ പിടിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്റെ ബാക്കിൽ വന്ന് ആരാ ഇങ്ങനെ തോണ്ടുന്നു. ഞാൻ നോക്കിയപ്പോ ഇല്ല ഓന്ത്. ഒരു ഡസൻ ഇരയായിട്ട് വന്ന് ഇരിക്കുന്നു. എന്നിട്ട് എന്റെ മുഖത്തോ കുപ്പിയിലോട്ട് നോക്കിയിട്ട് ഒരു വളിച്ച ചിരി. ഇനി വേണമെന്ന്. ഈ സദ്യക്ക് ഇല മുറിയാൻ കാര്യമാണ് ഏൽപ്പിച്ചത്. ഇല മുറിയാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കോമഡി മാസ്റ്റേഴ്സിന്റെ എഡിറ്ററാണ് പറഞ്ഞു വിട്ടെ ഇല മുറിക്കാൻ. എടാ അതിന്റെ നടുക്ക് ഭാഗമെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് 2 അറ്റം വെച്ചേക്കുന്നു. മെയിൻ കണ്ടന്റ് പുള്ളി വെട്ടിക്കളയും. അങ്ങനെ ശീലമായി പോയി. ഇപ്പൊ നോക്കി നമ്മളിത് പറഞ്ഞോണ്ട് ഇതും വെട്ടിക്കളയും. അതുപോട്ടെ. എടാ പൂജ ചെയ്യുന്ന ആളിനെ വിളിച്ചാ? മറ്റേ പരാക്രമി. പരാക്രമിയല്ല, പരീകർമ്മി. അങ്ങനെയാക്കിയാ? പിന്നെ പുള്ളി വരത്തില്ലെന്ന് പറഞ്ഞു ആദ്യം. എന്ത് കാര്യം? പുള്ളിക്ക് സുഖമില്ലാന്ന്. സുഖമില്ലെന്നാ? പുള്ളിക്ക് സുഖമില്ല. പിന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. പുള്ളി ശംഖ് പതുക്കെ ഊതു. അപ്പൊ ഒന്ന് ശംഖിനൊന്ന് ഡബ് ചെയ്തേക്കണം. അത് പുള്ളി വയറിനാ സുഖമില്ലാത്ത ഉറക്കം ആഞ്ഞു വെച്ച് ഊതി കൊടുത്തല്ലേ കല്യാണം ഉണ്ടാവും, കമ്പൻസേഷൻ ആവും. പിന്നെ ഒരു കാര്യം ചെയ്യും, അഖിലിനെ വിളിക്കാം. വിളിക്കാം. നിങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ച് അഖിലിനെ ഇനി കയറ്റി വിടണേ. സമാനപ്പെട്. മാമിയുടെ കാലോട്ട് അനുഗ്രഹം വേണ്ടി എന്റെ മുത്തശ്ശ ചെന്ന് കയറിക്കോട്ടെ. കുഴപ്പമില്ലാതെ കിടിലം പെണ്ണാന്ന്. ഏത് നല്ല പെണ്ണ്. ഇനി ഇങ്ങനെ വേണ്ടെന്നാ? വേണ്ടെന്നല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴേലും ഞാൻ വന്ന് പറഞ്ഞായിരുന്നു എനിക്ക് കെട്ടാൻ മുട്ടി നിൽക്കാം. വേണ്ട വാടേ. എന്തായാലും പറഞ്ഞ ഉടനെ അങ്ങ് പോകും. ഞാൻ കെട്ടാൻ മുട്ടി നിൽക്കുകയാണെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെന്നുള്ളല്ലോ, വേറെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ. അതല്ലേ പറഞ്ഞത്. അങ്ങോട്ട് അല്ല എന്നാലുവേ ഇതിപ്പോ ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള സാഹചര്യത്തിലേക്കൊക്കെ കല്യാണമില്ല, സോറി, പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിലേക്ക്
പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ സത്യത്തിൽ ഞാൻ എൻ്റെ ഒരു കല്യാണം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ഒന്ന് പ്രേമിച്ച് കുറച്ചാൾ അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് അതിനുശേഷം ഒന്ന് മിങ്കിളൊക്കെ ആയതിനു ശേഷം സത്യത്തിൽ ലവ് മാരേജ് ആണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ഒരിക്കലും പ്രേമിച്ച് കല്യാണം കഴിക്കരുത്. അത് എടേ, പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് എന്താന്ന് നിനക്ക് അറിയാമോ? നമ്മൾ ആഹാരത്തിൽ നമ്മൾ തന്നെ വിഷം കോരി ഒഴിക്കുന്നതാണ് പ്രേമിച്ചുള്ള കല്യാണം. അപ്പൊ മറ്റേതാ അറേഞ്ച് മാരേജാ. എന്നുവെച്ചാൽ നമ്മൾ കഴിക്കാതിരിക്കുന്ന ആഗ്രഹത്തിന് നമ്മളാ ബന്ധുക്കളും വീട്ടുകാരും അയൽക്കാരും എല്ലാവരും കൂടി വിഷം കലക്കി തരും. ഓ അതാണ്. അപ്പൊ രണ്ടായാലും മരണോറപ്പുണ്ട്. അമ്പലിക്കൂട്ട അങ്ങനെ പറയരുത് കേട്ടാ. വിവാഹം എന്നൊക്കെ പറയുന്ന ഒരു പവിത്രമായ ചടങ്ങാണ്. ഒരു കുടുംബ ജീവിതത്തില് ഭാര്യയാണ് കഴുത്ത്, ഭർത്താവാണ് അവന്റെ തല. അപ്പോഴേ പക്ഷെ ഈ കഴുത്ത് വിചാരിക്കണം ഈ തല എങ്ങനെ കറങ്ങണം. ഒരു കാര്യം ഉറപ്പായേട്ടാ, പെണ്ണുമ്പിള്ളേരെ നല്ല ചെറുക്കി കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പെണ്ണുമ്പിള്ളെ പോകത്തൂല. ഇവനെ ഒരുക്കണ്ടേ? ഒരുക്കാം. അങ്ങനെ ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലക്കാണ് കേട്. അപ്പൊ തെങ്ങിന്റെ ഇല വന്ന് വീണാലോ നിന്റെ കേട് തീരും. പൗഡർ എടുത്തോണ്ട് വാ. ഒരുക്കണം. പൗഡർ, എന്തിയ പൗഡർ? പൗഡർ അവിടെ കുട്ടിക്കൂറ പൗഡർ. ഏത് കുട്ടിക്കൂറ പൗഡർ? അത് വേണ്ട, കുട്ടിക്കൂറ വേണ്ട. അതെന്ത്? എവന്റെ പേരെന്താണ്? കുട്ടിയകില്. അതെടുത്ത് ഇട്ട് കൊടുത്താൽ എവൻ കൂറയാവൂലേ? മാറ്റി പിടിക്കാം. ഞാൻ ടപ്പച്ചിയാ. ടപ്പച്ച്. ടപ്പച്ചാ? ടപ്പച്ചല്ല, ടച്ചപ്പ്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നീ ചെയ്യണ്ട. അത് വേണ്ട. ഒരു കാര്യം, നമ്മൾ കുറെ പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. നിന്റെ ഫസ്റ്റ് നൈറ്റിൽ കംപ്ലീറ്റ് പ്ലാനിങ് ഞങ്ങളുടെ. താങ്ക് യു. എന്റെ അതിനകത്ത് ഞാനല്ലേ പ്ലാൻ ചെയ്യുന്നു, ഇയാൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനല്ലെന്ന്. നിന്റെ മുറിക്കകത്ത് DJ പാർട്ടി, പിന്നെ ഫ്ലിക്കർ ലൈറ്റ്, പിന്നെ മിന്നി മിന്നി കത്തുന്ന ഒരുപാട് സംഭവങ്ങൾ. ഇതെല്ലാം വെച്ചിട്ട് ഞാൻ എങ്ങനെ എന്റെ കുഴപ്പമില്ല. 2 മണി വരെ ഉള്ളൂ. പക്ഷെ 2 മണിക്ക് ശേഷം ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾക്ക് അമ്പലത്തിൽ പരിപാടിയുണ്ട്. അതിന്റെ റിഹേഴ്സൽ ആരെ ഞങ്ങൾ ശല്യപ്പെടുത്തൂല. ഞങ്ങളെ ശല്യപ്പെടുത്തല്ലേ. ഇല്ലില്ല. എന്തോന്ന് പരിപാടി? ചിങ്കാരിമേളം. റെഡിയല്ലേ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം, കല്യാണം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിയുമ്പോൾ നിനക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടാവുമല്ലോ. സ്വാഭാവികം. ഞങ്ങൾ പേരിട്ടാ മതിയോ? അല്ലല്ല, ഇത് ഞാൻ സത്യത്തില് എന്റെ കൊച്ചിനിടാൻ വേണ്ടി ഒരു പേര് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സസ്പെൻസ്. അത് മാത്രം പോരാ. അത് നമ്മളെ തറവാട് ചേർന്നല്ല. ഇല്ല, നമ്മളെ കുടുംബ പേരൊക്കെ വരണം അതിന്റെ കൂടെ. എന്റെ കുടുംബ പേരെന്തുവാ? പ്ലാപ്പുരയ്ക്കൽ. പ്ലാപ്പുരയ്ക്കൽ സസ്പെൻസ്. ഞാൻ ഇട്ടോളാം എന്റെ കൊച്ചിന് പേര്. നിങ്ങൾ കുഴപ്പമില്ല. അങ്ങനെ കുഴപ്പമില്ല. പെണ്ണിനെ വിളിക്കാം. പെണ്ണിനെ വിളിക്കാം. പിന്നെ നിങ്ങളെ കുടുംബത്തിൽ കയറി കല്യാണം ആലോചിക്കാനുള്ള യോഗ്യതയൊന്നും നമുക്ക് ഇല്ലെന്നറിയാം. എന്നാലും ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങള് ബുദ്ധിയില് ഗംഗാമി, ഞങ്ങളെക്കാളും ഒരു പടി മുകളിൽ. ഒന്ന് കണ്ടു നോക്ക്. നിങ്ങളുടെ പ്രിയപ്പെട്ട മങ്ങണിക്കുട്ടിയെ. ചെവിന്ന് പോയത് പൂവായിരുന്നല്ലേ? ഞാൻ വിരിച്ച് കിളിയായിരിക്കും. കിണിക്കാനല്ല, കിങ്ങിണിയണ്ണ. എന്തോ? ഇതാണ് ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങൾ. എന്റെ ചെറുക്കൻ എവിടെയാ? ചെറുക്കൻ ഇത് ഒന്നേ ഉള്ളു. ഒന്നേ ഉള്ളു. ഇതെന്നോ? അപ്പഴത്തേക്ക് അച്ഛൻ നാട് വിട്ടു പോയി. ഇവനെന്നെ കെട്ടോ? അവനെ കൊണ്ട് ഞാൻ കെട്ടിപ്പിക്കും. അയ്യോ, ഇഷ്ടപ്പെട്ടവളെ? ഇഷ്ടപ്പെട്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കല്യാണത്തിന് മുന്നേ നമ്മുടെ പറ്റിയ ഒരു ചെറുക്കനാണോന്ന് എന്റെ കയ്യിൽ നിന്നില്ല. ചെറുക്കനാണോന്നും പിന്നെ എന്റെ അണ്ണന്മാർ അത്രയും ബുദ്ധി ഉണ്ടോന്നും എനിക്കൊന്ന് പരിശോധിക്കണം. പരിശോധി. പിന്നെ ഇത് ബുദ്ധിക്ക് ഭയങ്കര ഇത് കൊടുക്കണം. എന്താ ആലോചിച്ച് വേണം പറയാൻ. നിങ്ങളുടെ ബുദ്ധിക്ക് അപ്പൊ കൈ തൊട്ട് കളിച്ചു കയറുന്നുണ്ട്. പിന്നെ പാട്ട് വഴിയാണ് ഞാൻ ചോദിക്കുന്നത്. നല്ല പാട്ടുകാരിയാ. ഇവളെ പാട്ട് കേട്ടിട്ടേ ഞങ്ങൾ കിടന്നുറങ്ങാറുണ്ട്. വിത്ത് പെർഫോമൻസ്. ഇതാണോ ചോദ്യം? ഇത് പാടിയതായിരുന്നായിരിക്കും. അല്ല. ഇത് ഏത് സിനിമയിലെന്നായിരിക്കും? അല്ല. ഇതിലെ നായകനാണെങ്കിൽ മിഥുൻ ചക്രവർത്തി. അല്ല. പിന്നെ എന്താണ് ചോദ്യം? ചോദിക്കും മോളെ. ആലോചിച്ചു. ഈ പാട്ടില് ഒരു രാഗം വന്നിട്ടുണ്ട്. കേരളത്തിലുള്ള ഒരു സ്ഥലമാണ്. ഏതാണ് ആ സ്ഥലം? മിക്കറും തോറ്റ് സ്റ്റില്ലിടും. ആലോചിച്ച് പറഞ്ഞാൽ മതി കേട്ടാ. അതിക്ക് അമ്മ ഒരു പെണ്ണിനെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അതിനെ കെട്ടിയാ മതിയായിരുന്നു. കാട്ടാക്കട ഉള്ള. എന്താ പറഞ്ഞേ? കാട്ടാക്കട ഉള്ള.
ഐ ആം എ ഡിസ്കോ ഡാൻസർ കട്ടാക്കട. അതായിരുന്നു അതിന്റെ ഉത്തരം. വിടങ്ങി ഭാഗ്യമുള്ളത് തന്നെ നീ. അണ്ണാ ഇവനെ ഇത്തിപ്പോലും ബുദ്ധിയുണ്ട്. ബാക്കി നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇതിന്റെ പേരെന്നാ? അതിന്റെ പേര് നെറ്റി. അതല്ല, ഈ നിക്കുന്നതിന്റെ പേരെന്നാ? അഖിൽ. അണ്ണാ അന്ന് എന്റെ പേര് മാറ്റിട്ട് മലരുന്നാക്കാം. എന്തിന്? അപ്പൊ ആൾക്കാര് പറയല്ലോ അഖിലും മലരും പോണ. ഇഷ്ടപ്പെട്ടാന്ന് ചോദിച്ചിട്ട് നിന്നെ ഇഷ്ടപ്പെട്ടാ? എന്നെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടായിരുന്നു. എന്നാലേ ഒരു ആഗ്രഹം പറയട്ടെ. കല്യാണം കഴിഞ്ഞാലേ താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തുവോ? അതെന്തിന് താടിയും മുടിയും നീട്ടി വളർത്തുന്ന? വഴക്കുണ്ടാവുമ്പോഴേ താടിയിലും മുടിയിലും പിടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് അടിക്കാൻ. അത് വേണ്ട മോളെ. അതെന്ത്? ചുമരി പിടിച്ച മുഖം ഉരച്ചാലോ? അല്ലെങ്കിൽ ഈ കാന്താരി മോള് വരച്ച് കണ്ണി തേച്ച് കൊടുത്താലോ? അതല്ല രസം. ചെയ്യുന്ന ചെയ്. കുറേ കിടക്കുമ്പോ കണ്ണിൽ ബ്ലേഡ് വെച്ച് വരച്ചാ പോയി. അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ സമയമുണ്ടെന്ന്. പിന്നെ ഇഷ്ടായോ? ഇഷ്ടായി. അന്ന് ഒരാഗ്രഹം കൂടെ പറയട്ടെ. ഈ ഉണ്ടാ? കല്യാണം കഴിഞ്ഞാലേ നമുക്ക് കുഞ്ഞാവി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മാത്രം മതി ഫസ്റ്റ് നൈറ്റ്. ഇത് ബുദ്ധിമുട്ടുണ്ടോ? പെങ്ങള് വിഷമിക്കും, ഞങ്ങൾ സമ്മതിക്കില്ല. അയ്യോ അഖിൽ ഇനി വല്ലോണ്ടെങ്കിൽ പറഞ്ഞോ മോളെ. കാല് തറയിട്ട് ഉരക്കില്ലേ മോളെ? വിരൽ ഉരഞ്ഞു തീരും. പിന്നില്ലേ ഒരാഗ്രഹം കൂടെ ഉണ്ട്. ഇനിയോ? കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ഹണിമൂണ് നമുക്ക് മാറി. ഹണിമൂണ് വരും. ഹണിമൂണ് വരുമ്പോഴേ എനിക്കൊരു സാധനം വേണം. അതെ, അതെ അത് എനിക്കൊരു കുഴിയാനെ പിടിച്ചിട്ട് തീപ്പെട്ടിയുടെ കൂടിനകത്ത് തരുമോ? പറ്റില്ലെങ്കിൽ പറയണം. എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ഓ ഇഷ്ടപ്പെട്ടു. എല്ലാരും താലി എടുത്തോണ്ടോ? എനിക്ക് ഇതുപോലെ സ്നേഹിച്ച കല്യാണം കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. താലി കാണുന്നില്ല. എവിടെ കൊണ്ടുവന്നേ? എവിടുന്ന് എടുത്തോണ്ട് വന്നേ? താലി ഇവിടെ വച്ചിരുന്ന താലി അവിടെ ഉണ്ടോ നോക്കിക്കേ. ചേച്ചിയുടെ ഇതെന്തോന്ന്? ഇത് ചിപ്സ് അല്ലെ കെട്ടിയേക്കുന്നത്? അത് കളയി പോകാതിരിക്കാൻ വേണ്ടി. എവിടെ കിടന്നത്? ഇത് അവിടെ മണ്ഡപത്തിൽ താഴെ കിടന്നു. മണ്ഡപത്തിന്റെ താഴെ കിടന്നു. താലി ഇത് വെച്ച് കെട്ടാൻ അപശകുനമാണ്. ഒരിക്കൽ കെട്ടിപ്പോയുണ്ടല്ലേ? അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. പിടിച്ചാണ് നീ ഒരു കാര്യം ചെയ്യും. നമുക്ക് നമ്മളെ കുഞ്ഞു പെങ്ങളുടെ കൈ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കൊടുക്കാം. അവന്റെ കയ്യിൽ ഇങ്ങോട്ട് കൈ കഴിഞ്ഞു പോകാൻ നേരെ. ഹാപ്പി മാരീഡ് ലൈഫ്. സന്തോഷമായിട്ട് വെള്ളം കഴിക്കാം. എന്നാലേ നമുക്ക് ഒരുമിച്ച് വീട്ടിലോട്ട് പോവാ. എന്റെ അന്നപ്പാ പിന്നെ എന്റെ ഈ കൈ വിടല്ലേ? വിടല്ലേ കേട്ടോ? എന്താണെന്താ ചോദിക്കാത്തെ? എന്താ കൈ അതെന്താ അങ്ങനെ പറഞ്ഞ ചോദിക്കാത്തെന്താ? എന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ എന്റെ വീട് മറന്നു പോകാം. നമുക്ക് ഒരു മിനിറ്റ് നമ്മളെ കുടുംബത്തേക്ക് കേറി. അവസാനമായിട്ട് എല്ലാരും ഒന്ന് കണ്ടോട്ടെ. കറങ്ങാതെ വാമണ്ടേ. പറ്റിയ ഫാമിലിയുടെ മൊത്തത്തിൽ ഓണം. എന്റെ പെങ്ങൾ മങ്ങണിക്കുട്ടിക്കും അവളുടെ ഭർത്താവ് അഖിലിനും എന്റെ വിളാള മംഗളാളം. എങ്ങനെയാണ് ജീവിക്കട്ടെ? അപ്പൊ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാ? നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ്. കതിർ മണ്ഡപത്തിൽ മോതിരം കൊണ്ടുവന്ന ഡപ്പ അത് ഞാൻ എടുക്കും. എന്നാ അതിനകത്തിരിക്കുന്ന റോസ് പേപ്പർ ഞാൻ എടുക്കും. എനിക്ക് വേണം. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ പിന്നെ പിടി. വെൽക്കം ബാക്ക് ടു ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ് പവേർഡ് ബൈ അമൃതവേണി ലൈഫ് സ്കിറ്റ് കോ പവേർഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്. അപ്പോൾ അടുത്ത
കോമഡി ഹാസ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിന്റെ കാലഘട്ടമാണ്, സോഷ്യൽ മീഡിയ. ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് മെഴുകുന്ന കുറച്ച് ജെൻസുകളുടെയും ബെസ്റ്റുകളുടെയും കഥ പറയുന്ന ഒരു സ്കിറ്റാണ് അടുത്ത വരാൻ പോകുന്നത്. ചേച്ചി ആ ബാറ്ററി ഒന്ന് ഓണാക്കി ചേച്ചി, പാവം. ഓ ബാറ്ററി ബാറ്ററി വരുന്നവരാണോ? എല്ലാവരും പാവം. അപ്പൊ ബാറ്ററി ഓണാക്കി. അപ്പൊ ഈ ബാറ്ററി ഓണായി കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കുന്നതിനനുസരിച്ച് ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നു. അപ്പോൾ സ്കിറ്റ് കണ്ട് നിങ്ങൾ ആസ്വദിക്കുക, ചിരിക്കുക. ഓക്കെ, അപ്പോ വരാൻ പോകുന്നത് സോന ആൻഡ് സൂപ്പർ. പെണ്ണെ പെണ്ണെ കാതലി നെഞ്ചിൽ നീ എൻ പഞ്ചമി കണ്ണിൽ മിന്നും കൺമണി നീ താനേ. പെണ്ണെ പെണ്ണെ കാതലി നെഞ്ചിൽ നീ എൻ പഞ്ചമി കണ്ണിൽ മിന്നും കൺമണി നീ താനേ. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കണ രേണു റെച്ചിലീസ്. ഞാൻ അയക്കുന്ന എല്ലാ മെസ്സേജിനും റിപ്ലൈ തരുന്ന ആന്റി ലവർ അനന്തോ. ഇയാളുടെ ആദ്യത്തെ മെസ്സേജ് ഒക്കെ കണ്ടപ്പോ ഞാൻ കരുതി ഇതൊരു ക്യാറ്റ് ഫിഷിംഗ് ആയിരിക്കുന്നു. ക്യാറ്റ് ഫിഷിംഗോ? അതെന്താ? ക്യാറ്റ് എന്ന് വെച്ചാൽ പൂച്ച, ഫിഷിംഗ് എന്ന് വെച്ചാൽ മീൻ പിടിക്കുന്നു. അതായത് പൂച്ച മീൻ പിടിക്കുന്ന പോലെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി എന്നെ മെസ്സേജ് അയച്ച് പറ്റിക്കുവാണോന്ന്. അല്ല, ഈ ഇൻസ്റ്റാഗ്രാമിലെ ന്യൂ വേർഡ്സ് ഒന്നും അറിയില്ലാന്ന് തോന്നുന്നു. അല്ല, അതൊക്കെ അറിയാം. ആക്ച്വലി നമ്മൾ പരിചയപ്പെടുത്തി കുറച്ച് ദിവസം ആയുള്ളെങ്കിലും തന്റെ മെസ്സേജ് കാണാതിരിക്കുമ്പം എന്താ പറയാം, എനിക്ക് ആകെ ഞാൻ ഡിപ്രഷൻ അടിക്കും. ശരിക്കും? അയ്യോ, എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാം അങ്ങനെയുള്ള ആൾക്കാരെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എത്ര വേണമെങ്കിലും അടിച്ചോ, പക്ഷെ പോലീസ് പിടിക്കരുത്. ഞാനേ പണ്ട് +2 പഠിക്കുമ്പോ ഇച്ചിരി അടിച്ചിട്ടുണ്ടോ, പിന്നെ അടിച്ചിട്ടില്ല കേട്ടോ. അതല്ലെന്ന് എനിക്ക് സങ്കടമാവുന്നു. അയ്യോ, അതായിരുന്നോ? ഞാൻ കരുതി അതല്ല, വിഷമം വരുമെന്നല്ലേ. അമ്മ ഒരു കാര്യം പറയാം, മര്യാദക്ക് പാപ്പം കഴിച്ചില്ലെങ്കിൽ ദേ അവിടെ ചൈനക്കാര് നിൽക്കുന്നുണ്ടോ, ആ 2 പേർക്ക് പിടിച്ചു കൊടുക്കും. ആക്ച്വലി രേണുവിന് ഇതിനു മുമ്പ് എന്തെങ്കിലും റിലേഷൻ എന്തെങ്കിലും? ഇല്ല. റിലേഷനേ ഇല്ല? ഇല്ല, എത്രണ്ണോ ഉണ്ടായിരുന്നു അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് റിലേഷൻ ആയിരുന്ന ആളൊരു ഗോസ്റ്റിംഗ് ആയിരുന്നു. അതെന്താ എന്ന് വെച്ച് കഴിഞ്ഞാ, ഈ നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാരണമില്ലാതെ അതിൽ നിന്ന് ആ ഒരാള് ബന്ധം വിച്ഛേദിച്ചു പോകുന്നത്. അയ്യോ, അതെന്ത് കഷ്ടമാ. എനിക്കറിയില്ല ഞാൻ ആള് പോകാൻ എന്താ ഞാൻ ചെയ്തേ, ഞാൻ എന്ത് കുറവ് ആൾക്ക് വരുത്തിയെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാ ദിവസവും ഇന്ന് ഞാൻ എത്ര മെസ്സേജ് ഇംഗ്ലീഷിൽ ആൾക്ക് അയക്കുന്നതെന്ന് അറിയോ? ഓ, ഇംഗ്ലീഷിലാണല്ലേ മെസ്സേജ് അയക്കണം. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കുറവാ. അയ്യോ, ഇങ്ങനെ സങ്കടപ്പെടല്ലേ ചെറിയ കാര്യങ്ങൾക്ക്. താ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു ബസ് പോലെയാണ്. അതിൽ പലരും കയറുന്നു ഇറങ്ങുന്നു, ചിലരിനെ ചവിട്ടി അങ്ങോട്ട് ഇറങ്ങണം. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ലെന്നേ. അയ്യോ, അതെനിക്കറിയാം. പക്ഷേ ഞാൻ എന്താ പറയാ, ഞാൻ ആളുടെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സെഡ് ആവാനെന്തോ. ഇയാൾ ഡെഡായ പിന്നെ എനിക്ക് ആരുമില്ല. ഡെഡല്ല, സെഡ്. സെഡാ? രേണുവിനെ അറിയൂ? തേങ്ങയിലുണ്ട് നൊങ്ക്, പണക്കാരിലുണ്ട് ഹുങ്ക്, ഇയാളാണ് എന്റെ ചങ്ക്. അനന്തു, സ്കൂളിലുണ്ട് ഹിന്ദി, സന്ധ്യ കഴിഞ്ഞാൽ അന്തി, കഴിച്ചാൽ ഒരു മന്തി. അതൊക്കെ പോട്ടെ, അനന്തുന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അയ്യോ, വീട്ടിലെല്ലാരും ഉണ്ട്. ഡാഡ മമ്മ എല്ലാരും ഉണ്ട്. അടിപൊളിയാ. ഡാഡി എന്ത് ചെയ്യുന്നു? ഡാഡ വന്നിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിന്റെ തിരക്കിലായോണ്ട് അതൊന്നും ശ്രദ്ധിക്കാറില്ലടാ, സമയമില്ല. ഒരു കാര്യം ചെയ്യാം, മമ്മയെ ഒന്ന് വിളിച്ചു നോക്കാം, അതല്ലേ നല്ലത്. മമ്മയുടെ നമ്പർ എന്താ സേവ് ചെയ്തിരിക്കുന്ന? പ്രൊഡക്ഷൻ ഹൗസ്. ഹലോ മമ്മ, ഡാഡ എവിടെ? ചത്താ? അയ്യോ, കഷ്ടമാടാ. എന്താ അനന്തു? ഡാഡ മരിച്ചിട്ട് 6 മാസമാടാ. അയ്യോ, എന്നിട്ട് ഇത്ര നാളായിട്ട് അറിഞ്ഞില്ലേ? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ ഇൻസ്റ്റഗ്രാമിന്റെ തിരക്കിലായോണ്ട് അന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു സമയമില്ല. അതാ കാര്യം. ഇങ്ങനെ കരയില്ലടാ. ഇങ്ങനെ കരഞ്ഞ എങ്ങനെ കാര്യം നടക്കും? കരയത്തില്ല. കരയണ്ട. തന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ എല്ലാരും ഉണ്ട്. എന്റെ വീട്ടിൽ എല്ലാരും ഉണ്ടല്ലോ. അലാറും അല്ല, എന്റെ വീട്ടിൽ എല്ലാരും ഉണ്ടെന്ന്. ഓ, എല്ലാരും ഉണ്ടെന്ന്. അത് ശരി. കഴിഞ്ഞ ആഴ്ച ഇച്ചിച്ചിയുടെ കല്യാണമായിരുന്നു. ഇച്ചിക്കും കല്യാണമായാ? ഇച്ചിച്ചല്ല, എന്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു. ഓ, ചേച്ചിയുടെ കല്യാണം. ഏട്ടായി, അതെ, ഈ വരുന്ന വഴിക്ക് പട്ടീര് അത് പോയി, കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ ഏട്ടായിന്ന് വിളിച്ചതാ. ഏട്ടായിന്ന് വിളിച്ചതാ? അത് ശരി. എനിക്കാണ് ഈ വെള്ളം ദാഹിക്കണത്, കുടിക്കാനും. അയ്യോ, വെള്ളം. അയ്യോ, ഇപ്പൊ തരാവേ. എനിക്കല്ലേ വെള്ളം ദാഹിച്ചത്, ഇയാള് കുടിച്ചാ അതെങ്ങനെ? പൊന്നിന് ദാഹിച്ച ഞാൻ കുടിച്ചാ പോരെ? ഓ, അത് അങ്ങനെ ശരിയാണല്ലോ. നമ്മൾ ഒന്നല്ലേ? അത് ശരിയാ.
അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ആ ഞാനൊരു പൂക്കിയായിട്ടുള്ള ഒരാളാണേ. ആണോ? അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ? എനിക്കൊരു ഐസ്ക്രീം മേടിച്ചു തരുവോ? എന്റെ മുത്തിന് ഒന്നല്ല 10 ചേട്ടൻ വാങ്ങിത്തരും. അയ്യോ, അങ്ങനെയല്ല പറയേണ്ടത്. പിന്നെ എങ്ങനെ? ഞാൻ ചോദിക്കുമ്പോ മേടിച്ചു തരത്തില്ലടി എന്ന് പറഞ്ഞ എന്നോട് ഇങ്ങനെ വരട്ടണം. എന്റെ മുത്തിനെ ഞാൻ എങ്ങനെ വരട്ടും? എങ്കിലും കുഴപ്പമില്ല, ഞാൻ അഭിനയിക്കാം. അതുപോലെ ഒന്നുകൂടെ ഒന്ന് ചോദിച്ച ഐസ്ക്രീം വേണമെന്ന്. എനിക്കൊരു ഐസ്ക്രീം മേടിച്ചു തരുവോ? ഐസ്ക്രീം അവളെ 5 പൈസ കയ്യില്ല, അവളെ ഞാനൊന്ന് വരട്ടാനല്ലേ പറഞ്ഞോളൂ. അഭിനയമാ, കാര്യമാക്കണ്ട. കെയറിങ് പോലുണ്ട്. അതെ, അമ്മ എപ്പോഴും പറയും ചിക്കൻ വരട്ടെ ചിക്കൻ വരട്ടെ എന്ന്. വീട്ടിന്റെ അടുത്ത് ഹോട്ടൽ വല്ലതും ഉണ്ടോ? ഇല്ല, അതെന്താ? അല്ല, ചിക്കൻ വരട്ടെ എന്ന് എപ്പോഴും പറയണേ. ചിക്കൻ വരട്ടെന്നല്ല, പിന്നെ എന്റെ ലൈഫിലോട്ട് ഒരു ചെക്കൻ വരട്ടെ, എല്ലാം ശരിയാകുമെന്ന്. അതിനാണല്ലോ ഞാനിവിടെ ഉള്ളത്. ചുട്ടുമണി. അത് ബൈക്ക് വെയിലത്തിരിക്കുന്നു, അതിന്റെ മുണ്ട ഇങ്ങനെ ഇരിക്കുന്നു, അതുകൊണ്ടായിരിക്കും. ഞാനേ ചുട്ടുമണിന്ന് വിളിച്ചതാ. അങ്ങനെ വിളിച്ചതാ? ചുട്ടുമണി. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ? അനന്തുന്റെ ലവ് സ്റ്റാഷിങ് അല്ലല്ലോ? അതെന്താ? കള്ളസ്നേഹമാണോന്ന്? അയ്യോ, ഒരിക്കലും അല്ല. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ തേച്ചിട്ട് പോയി എന്റെ പഴയ കാമുകിയോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. എന്താ? എന്റെ അച്ഛന് മരുന്ന് വാങ്ങാനുള്ള പൈസ വരെ എടുത്ത് ഞാൻ അവൾക്ക് മുടി സ്ട്രൈറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്നേ. ശരിക്കും ഞാൻ ഇങ്ങനെ ഒരാളായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ആണല്ലേ? പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ അച്ഛൻ മരിച്ചു പോയല്ലോ. അച്ഛന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അല്ലേ? അതുകൊണ്ടല്ല, ഒരു സ്ഥിര വരുമാന മാർഗമായിരുന്നല്ലോ. അച്ഛന്റെ മരുന്ന് വാങ്ങാനുള്ള പൈസ ഒക്കെ എടുത്തല്ലേ കാര്യങ്ങൾ നടന്നത്. അതാ കാര്യം. അപ്പം അനന്തൂനൊരു സ്ഥിര വരുമാനം ഇല്ലേ? അയ്യോ, അനന്ത് ചുമക്കുന്നു. മരുന്ന് ചുമയുടെ. ഞാനല്ലേ ചുമച്ചത്, അതിന് ഇയാൾ എന്തിനാ ഗുളിക കഴിച്ചത്? പൊന്നിന് ചുമ വന്നാ ഞാൻ മരുന്ന് കഴിച്ചാ പോരെ? അതെന്താ? നമ്മൾ ഒന്നല്ലേ? അങ്ങനെ അങ്ങനെ. എനിക്ക് വയ്യ. ഇതാരാ വിളിക്കണത്? ഹലോ, എടാ ഞാൻ വരാന്ന്. ഇല്ല, ലേറ്റ് ആവില്ല, ഞാൻ വരാം. ഓക്കെ. ആരാ? അനിയൻ വിളിച്ചതാ സ്കൂളിൽ പോവാനേ. ഓ, സ്കൂളിൽ കൊണ്ട് ആക്കാനായിരിക്കുമല്ലേ? അതല്ല, ഞാൻ ഇട്ടേക്കുന്ന അണ്ടർവെയറും ഈ ഷൂവും കൊണ്ട് കൊടുത്താലേ അവന് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ. അപ്പൊ ഈ അനിയന് കൊളാബ് വർക്കൊന്നും ഇല്ലായിരിക്കുമല്ലേ? അല്ല, അവ എന്റെ കൊളാബ് ചെയ്യും, ഞാൻ നാട്ടുകാരിൽ നിന്ന് മൊത്തം കൊളാബ് ചെയ്ത് വരും. ഓക്കെ. എനിക്കും ഇതേപോലെ കുറെ കൊളാബ് വർക്കൊക്കെ വന്നിരുന്നു, പക്ഷെ ഞാനിപ്പോ ഒന്നും നോക്കാറില്ല. അതെന്താ? ഈ ഇടയ്ക്ക് ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോ ചെയ്തിരുന്നു, ചിന്തൂരം എന്ന് പറയുന്നത്. ഞാനത് വീഡിയോ ചെയ്തിട്ടു. അതായത് നമ്മൾ ആ പൊടി പാലിൽ കലർത്തി നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, മുഖത്ത് തേച്ചു കഴിഞ്ഞാൽ സ്കിന്ന് ഗ്ലോ ആവും, ശരീരത്തിൽ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ ശരീരം ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടു. 8 മില്യൺ വ്യൂ ആണ് അതിന് വന്നത്. അത് ശരി. അതെന്താ സംഭവം? അവിടെയാണ് പണി പാളിയത്. ചിന്തൂരം എന്ന് പറഞ്ഞ ഉണക്ക ചാണകപ്പൊടി പൊടിച്ചു വെച്ചതായിരുന്നു. അയ്യോ, എന്റെ പൊന്നിനെ ആരോ പറ്റിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ കൊളാബ് ചെയ്തിട്ടില്ല. അത് ശരി. ആരാ മെസ്സേജ്? ആരാ? ഇവളെ കാര്യം മറ്റേതാ? മറ്റേതല്ല. അല്ല, അതൊന്നും ഇല്ലെന്നേ. നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോ വേറൊരാളുമായിട്ട് റിലേഷനിലാവുന്നത്. അയ്യോ, അങ്ങനെയൊന്നും അല്ല. അയ്യോ, ടെൻഷൻ ആവല്ലേ? എന്നോടൊന്നും പറയണ്ടാണെന്തോ. അല്ല, താ ഒരു കാര്യം മനസ്സിലാക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെഞ്ചിങ്ങിൽ വെക്കാം. പിന്നെ ബെഞ്ചിൽ വെക്കാൻ വേണ്ടി ഞാൻ സ്കൂൾ കുട്ടിയുടെ പുറകോശമല്ലേ? അതല്ലെന്ന്, ബെഞ്ചിങ്ങിൽ വെക്കാന്ന്. എന്താ അത്? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഗ്യാപ്പ് എടുക്കാന്ന്. എന്താണെന്തോ ഇത്ര നിസ്സാര കാര്യത്തിനാണ് അന്തു ഗ്യാപ്പ് എടുക്കാൻ പറഞ്ഞത്. ഇത് ഗോസ്റ്റിംഗ് ഒക്കെ പോലെ ആവുന്ന തോന്നുന്നത്. അത് എനിക്കൊണ്ട് കേൾക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ വിഷമിക്കും. ഞാൻ ഒരു സമ്മാനം തനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വരുന്ന വഴിക്ക് ഒരു അമ്മച്ചിരുന്ന് കഴുത്തുനിന്ന് പൊട്ടിച്ചു. അല്ല, നമ്മൾ രണ്ടുപേരും ആരെ പോലീസ് പിടിച്ച് ജയിലിട്ടാലും കുഴപ്പമില്ലല്ലോ. നമ്മൾ ഒന്നല്ലേ? ഇതൊക്കെ ആരോട് പറയാനല്ലേ? സ്കിബിഡീസായ ജെൻസിസായ നമുക്കല്ലേ ഇതൊക്കെ അല്ലല്ല, നമുക്ക് കുറച്ച് നമുക്കൊക്കെ റിലേറ്റബിൾ ആവുന്ന ഇതിലൊരു കാര്യം പുതിയ ജനറേഷന് റിലേറ്റബിൾ ആവുന്ന ഒരു മിസ്റ്റർ അഖിൽ, ഒരെണ്ണം ഇതിൽ റിലേറ്റബിൾ ആയ ഒരെണ്ണം പറ. എനിക്ക് റിലേറ്റബിൾ ആയത് ചുട്ടുമണി. ചുട്ടുമണി കറക്റ്റാ. വെയിലത്ത് വണ്ടി കൊണ്ട് വെച്ചപ്പോ കറക്റ്റ് ആയിരിക്കും. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ എന്താണ് സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത എന്തോ പരിപാടി ഉണ്ടായിരുന്നല്ലോ? അതാണ് പരിപാടി ഉണ്ടായിരുന്നു. അതവൻ കൈ നിട്ടതാണ്, കൈയെടുത്ത് തോളയിട്ടത്. അത് ഇപ്പോൾ സ്പോട്ടിൽ പറഞ്ഞല്ലേ സോന? ഇല്ല, പക്ഷെ അതൊരു ഫ്ലോയിൽ ചെയ്തു പോയെന്നേ ഉള്ളു അല്ലേ? ശരി, എന്തായാലും നമുക്ക് ബാറ്ററി ചാർജ് എത്രത്തോളം കാര്യം നോക്കിയാലോ? നോക്കാം.
പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ നമ്മുടെ സ്കിബിഡീസിന് 30,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പെർഫോം ചെയ്ത 2 പേര് ഇവിടെ നിൽപ്പുണ്ട്. ആസ് യു നോ, നമുക്ക് ഒരു ബാറ്ററി സ്കിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സ്കിബിഡീസ് ആണ് ഇവിടെ നിൽക്കുന്നത്. ന്യൂ ജെൻ ഇന്നത്തെ സ്കിറ്റിൽ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ശ്വേത ചേച്ചി, ഇറ്റ്സ് ഗെറ്റിംഗ് ടഫർ. എനിക്ക് തോന്നി ഇത് ഭയങ്കര ഈസിയാണ്. ടീം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, മെമ്പേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദിസ് തിങ് ഐ തിങ്ക് എല്ലാരും സോന ഈസ് ദ മെയിൻ ഇന്നത്തെ. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ എന്തായാലും സോനയ്ക്ക് ക്രൗൺ ലഭിക്കുന്നുണ്ട്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട് അല്ലേ? നമുക്ക് ആദ്യം ആ വിഷ്വൽ ഒന്ന് കാണാം. അനന്തു, സ്കൂളിലുണ്ട് ഹിന്ദി. സന്ധ്യ കഴിഞ്ഞാൽ അന്തി, കഴിച്ചാൽ ഒരു മന്തി. ഇയാളുടെ ആദ്യത്തെ മെസ്സേജ് ഒക്കെ കണ്ടപ്പോ ഞാൻ കരുതി ഇതൊരു ക്യാറ്റ് ഫിഷിംഗ് ആയിരിക്കുന്നു. ക്യാറ്റ് ഫിഷിംഗോ? അതെന്താ? ക്യാറ്റ് എന്ന് വെച്ചാൽ പൂച്ച, ഫിഷിംഗ് എന്ന് വെച്ചാൽ മീൻ പിടിക്കുന്നു. അതായത് പൂച്ച മീൻ പിടിക്കുന്ന പോലെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി എന്നെ മെസ്സേജ് പറ്റിക്കുവാണോന്ന്. മ്യാവ്, മ്യാവ്, മ്യാവ്. സോനയ്ക്കാണ് ഇന്നത്തെ മെയിൻ. ഹാപ്പി ആയില്ലേ? ഉള്ളതാ, നമ്മൾ പറ്റിക്കുന്നതല്ല. ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ പറ്റിക്കത്തില്ല. ശ്വേത ചേച്ചി, ആ ക്രൗൺ ഒന്ന് കൊണ്ടുവരേണ്ടതാണ്. രജീഷിനെ കിടക്ക് വരുന്ന ചേച്ചി. ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പറും ഉണ്ട് സോനയ്ക്ക്. അപ്പൊ എന്തായാലും ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ സോന. ആഘോഷം ഇവിടെ ഇങ്ങനെ കുറയുന്നില്ല. നാളെ ഒരു ദിവസം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും 2026 എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഗൈസ്, നമ്മൾ തൽക്കാലം ഇപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നു. പക്ഷെ ആഘോഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും നാളെ വരും അല്ലേ? അപ്പൊ നാളെ കാണാം, കാത്തിരുന്ന് കാണാം. ബൈ, ഗുഡ് നൈറ്റ്.